പിണറായി വിജയനാണ് ആക്ച്വലി പ്രതി. മകൾ വീണ വിജയനെ മുൻനിർത്തി ഈ കാര്യങ്ങൾ അത്രയും ചെയ്തത് പിണറായി വിജയനാണെന്നാണ്. അത് ശരിയാണോ? പിതാവിന്റെ അധികാരത്തിന്റെ മറവിൽ പിതാവിന്റെ അനുമതിയോടുകൂടി ഒരു മകൾ കൃത്യമായി അനധികൃതമായി ഒരു IT കമ്പനി ഉണ്ടാക്കി വെച്ചിട്ട് നാട്ടുകാരിൽ നിന്നും പണം പിരിക്കുന്നു എന്ന സംഗതിയാണ് അന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞത്. പിണറായി വിജയൻ ഇനിയും വിചാരിക്കുന്നുണ്ടോ അണികളെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുമെന്ന്? വളരെ ചീപ്പ് കളിയാണ് ED റെയ്ഡിന് വന്നപ്പോഴത്തേക്ക് നിങ്ങൾ കളിച്ചത്. സത്യത്തിൽ 25 യുവാക്കളുടെ ഭാവി പണയം വെച്ച് നിങ്ങൾ നിങ്ങളുടെ മകളെ രക്ഷിക്കാൻ നോക്കി. ബേട്ടി ബച്ചാവോ പദ്ധതി പക്ഷേ ഫലവത്തായില്ല. PV ആണല്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നും ഇല്ല എന്നൊക്കെയാണ് ഗോവിന്ദ മാഷ് പറയുന്നത്. അത് നിങ്ങൾക്ക് അന്തങ്ങൾക്ക്, നാട്ടുകാർക്ക് അങ്ങനെയല്ല. PV ആണല്ല എന്ന് അങ്ങനെയല്ല പറയേണ്ടത്. അത് അന്വേഷണത്തിൽ തെളിയണം. പിണറായി വിജയൻ അല്ല PV എന്ന്. PV എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ എന്ന എക്സ്പാൻഷൻ അടക്കം ആ ഡയറിയിൽ CMRLന്റെ ഉദ്യോഗസ്ഥർ എഴുതി വെച്ചിട്ടുണ്ട്. അയ്യോ, ഒരു അമ്മച്ചി അന്ന് പറയുവാണ് VD സതീശൻ പ്രതിപക്ഷത്തിരുന്നപ്പം പിണറായി വിജയൻ ഒന്നും ഇങ്ങനെ ചെയ്തില്ല, VD സതീശന്റെ മകൾക്ക് ഇതല്ല പണി. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ തൈക്കണ്ടി വീണയ്ക്ക് EDക്ക് മുന്നിൽ ഹാജരാകാനുള്ള സമൻസ് വന്നിരിക്കുന്നു. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ വാർത്ത. സമൻസ് വരുന്നത് ഒരു ചെറിയ കാര്യമല്ല. നമുക്ക് പ്രത്യേകിച്ച് ഇത് ചെറിയ കാര്യമല്ല. എന്തുകൊണ്ടാണ്? ഒരു ED റെയ്ഡ് പിണറായി വിജയന്റെ വീട്ടിൽ നടന്നപ്പോഴത്തേക്ക് എന്തായിരുന്നു ഇവിടെ പുകില്? പാർട്ടിക്കാർ മൊത്തം ചെന്ന് വീടിന് മുന്നിൽ തമ്പടിക്കുന്നു, EDയുടെ വാഹനം നശിപ്പിക്കുന്നു. ആരോപിച്ചത് ഒറ്റ കാര്യമാണ്, പിണറായി വിജയനെതിരെ കള്ളക്കേസ്. പിണറായി വിജയനെതിരെ എന്തായിരുന്നു കേസ്? അന്ന് ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്ത എല്ലാ വ്യക്തികളും ചോദിച്ചത് ഇതേ ചോദ്യമാണ്. അതൊന്നും അന്തങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അന്തങ്ങൾ പറയുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രി സ്ഥാനം പോയതോടുകൂടി EDയെ വെച്ച് പിണറായി വിജയനെ വേട്ടയാടുകയാണ്. എന്തിനാ? പിണറായി വിജയൻ ഇനി അങ്ങോട്ട് ഉദയം ചെയ്തു വന്ന് ഇന്ത്യയെ അങ്ങ് മലർത്തി അടിക്കും എന്ന പ്രതീക്ഷ ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അന്തങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ആർക്കും ആ പ്രതീക്ഷയില്ല. കഴിഞ്ഞു. ജനങ്ങൾ വോട്ട് ചെയ്യാതെ തന്നെ തീർത്തു. ഇനി അതിനപ്പുറത്തേക്ക് വന്ന് ED ഒന്നും ചെയ്യേണ്ടതില്ല. കേസ് അതല്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിലേക്ക് വീണ്ടും വെളിച്ചം വീശുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. SFIOയുടെ 134 പേപ്പറുകൾ, അതായത് SFIO വളരെ അടിപൊളിയായിട്ട് ഈ CMRലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിനെ പറ്റി അന്വേഷിച്ചിട്ട് ഗുരുതരമായിട്ടുള്ള നിയമലംഘനങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ പേപ്പറുകളെല്ലാം EDക്ക് മുന്നിൽ ഹാജരാക്കി. ഇപ്പോൾ ഹൈക്കോടതി ആ പേപ്പറുകൾ കൂടി പരിശോധിച്ച് മുന്നോട്ട് പോയിക്കൊള്ളുക എന്ന് പച്ചക്കൊടി വീശിയിരിക്കുകയാണ്. അന്തങ്ങൾ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ VD സതീശൻ പറയുന്നത് പോലെയോ മോദി പറയുന്നത് പോലെയോ അല്ല കോടതിയിൽ കാര്യങ്ങൾ നടക്കുന്നതെന്ന് ഞാൻ മുൻപേ പറഞ്ഞിരുന്നു. കോടതിക്ക് തെളിവുകളാണ് മുഖ്യം. ആ തെളിവുകൾ വെച്ച് കോടതി കണ്ടുപിടിച്ച സംഗതിയാണ് വീണ വിജയനെ ഒരു സമൻസ് കൊടുക്കേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ കാര്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിണറായി വിജയനെതിരെ അല്ല കേസ്, പിണറായി വിജയൻ അല്ല പ്രതി എന്ന് പറയുമ്പോൾ വീണ വിജയൻ മാത്രമാണോ ഈ കാര്യത്തിൽ പ്രതി? കഴിഞ്ഞ ദിവസം BJP നേതാവ് ഷോൺ ജോർജ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു. പ്രസ്താവന ഇതാണ്: പിണറായി വിജയനാണ് ആക്ച്വലി പ്രതി. മകൾ വീണ വിജയനെ മുൻനിർത്തി ഈ കാര്യങ്ങൾ അത്രയും ചെയ്തത് പിണറായി വിജയനാണെന്നാണ്. അത് ശരിയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മുൻപ് നടന്ന കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സ്വപ്ന സുരേഷ് വെച്ച ആരോപണങ്ങളൊക്കെ എവിടെ പോയി ഒന്നുമായില്ല എന്നൊക്കെ അന്തങ്ങൾ കളിയാക്കുന്നത് നിങ്ങൾ കാണാറുണ്ടല്ലോ അല്ലെ? എന്നാൽ യാഥാർത്ഥ്യത്തിൽ അവർ അന്ന് പറഞ്ഞതും ഇന്ന് കാര്യങ്ങൾ പോകുന്നതും ഒരേ ദിശയിലേക്കാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഒരേ കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഞാൻ ചുമ്മാതെ പറയുമല്ല. എന്താണ് അവർ അന്ന് പറഞ്ഞത്? ഹ്യൂമൻ ഡേറ്റാബേസ് സെയിൽ നടന്നിട്ടുണ്ട്. ബിക്കോസ് അന്നേരം ഞാൻ വർക്ക് ചെയ്യുന്ന സ്പേസ് പാർക്ക് എന്ന് പറയുന്ന പ്രോജക്റ്റിലാണ്, കേരള ഗവൺമെന്റിന്റെ പ്രോജക്റ്റ്. വീണ വിജയൻ സ്പ്രിംഗ്ലറിന്റെ മാസ്റ്റർ ബ്രെയിൻ. ഷീ ഈസ് ദ വൺ ബിഹൈൻഡ് ഇറ്റ്. എക്സാലോജിക്കിന്റെ പാർട്ട്ണർഷിപ്പോ അതിന്റെ ഇൻവോൾവ്മെന്റ് എന്താണെന്നുള്ള എല്ലാ ഡോക്യുമെന്റ്സ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, എന്റെ കയ്യിലുണ്ട്. അതെ, അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ സംഗതി എന്താണെന്ന് ഞാനൊന്ന് വായിക്കാം. മാസപ്പടിയും നികുതി വെട്ടിപ്പും, വീണ വിജയനും അവരുടെ കമ്പനിയായ എക്സാലോജിക്കും സർവീസ് ചാർജ്, മുൻകൂർ പണമിടപാടുകൾ എന്നിവ വഴി 1.71 കോടി രൂപ അനധികൃതമായി കൈക്കൂലി വാങ്ങിയെന്ന് സ്വപ്ന ആരോപിച്ചിട്ടുണ്ട്. ആദായ നികുതിയും GSTയും ഉൾപ്പെടെയുള്ള നികുതികൾ വെട്ടിച്ച് പിതാവിനൊപ്പം ചേർന്ന് മകൾ അഴിമതി നടത്തിയെന്നും അവർ ആരോപിക്കുന്നു. സ്പ്രിംഗ്ലർ കരാറിലെ പങ്കാളിത്തം, സ്പ്രിംഗ്ലർ ഡാറ്റാബേസ് കരാറിന്റെ പ്രധാന സൂത്രധാരൻ വീണ വിജയനാണെന്നും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിന് ഇതിൽ പങ്കുണ്ടെന്നും സ്വപ്ന വെളിപ്പെടുത്തിയിട്ടുണ്ട്. ക്ലിഫ് ഹൌസിലെ ദുരൂഹ കൂടിക്കാഴ്ചകൾ, ഷാർജ ഭരണാധികാരി കേരളം സന്ദർശിച്ചപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ പ്രോട്ടോകോൾ ലംഘിച്ച് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ എത്തിച്ചതിന് പിന്നിൽ മകൾ വീണയ്ക്ക് UAEയിൽ ബിസിനസ് തുടങ്ങാനുള്ള സഹായങ്ങൾ അഭ്യർത്ഥിക്കാനായിരുന്നുവെന്നും സ്വപ്ന ആരോപിച്ചിട്ടുണ്ട്. അധികാര ദുർവിനിയോഗം, മകൾക്ക് ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനും ദുബായിൽ IT ഹബ്ബ് തുടങ്ങാനും മുഖ്യമന്ത്രി തന്റെ പദവി ദുരുപയോഗം ചെയ്തുവെന്നും അവർ ആരോപിക്കുന്നു. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇപ്പൊ CMRലുമായിട്ട്
പുറത്തു വരുന്ന വിവരങ്ങളും ഇതും തമ്മിൽ എന്തെങ്കിലും സാമ്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ബുദ്ധിയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, പിതാവിന്റെ അധികാരത്തിന്റെ മറവിൽ പിതാവിന്റെ അനുമതിയോടുകൂടി ഒരു മകൾ കൃത്യമായി അനധികൃതമായി ഒരു IT കമ്പനി ഉണ്ടാക്കി വെച്ചിട്ട് നാട്ടുകാരിൽ നിന്നും പണം പിരിക്കുന്നു എന്ന സംഗതിയാണ് അന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞത്. അത് തന്നെയല്ലേ ഇപ്പൊ CMRലും വന്നിരിക്കുന്നത്. CMRൽ നിന്നും ഒരു കാര്യവുമില്ലാതെ, ഒരു സേവനവും നൽകാതെ പൈസ വാങ്ങിയിരിക്കുന്നു. എന്തിന്റെ പേരിൽ എന്നതാണ് ചോദ്യം. അപ്പോൾ ഇത് കാര്യങ്ങൾ വ്യക്തമായി വരുന്നില്ല. വെറുതെ ഒരു സമൻസ് വരുന്നതല്ല. CMRL മാത്രമല്ല അന്വേഷിക്കപ്പെടേണ്ടത്, ഒരുപാട് സംഗതികൾ ഇനി അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. പിതാവിന്റെ അധികാരത്തിന്റെ മറവിൽ ഒരു മകൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അത് അന്വേഷിക്കണം. പിണറായി വിജയൻ ഇനിയും വിചാരിക്കുന്നുണ്ടോ അണികളെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുമെന്ന്? വളരെ ചീപ്പ് കളിയാണ് ED റെയ്ഡിന് വന്നപ്പോഴത്തേക്ക് നിങ്ങൾ കളിച്ചത്. സത്യത്തിൽ 25 യുവാക്കളുടെ ഭാവി പണയം വെച്ച് നിങ്ങൾ നിങ്ങളുടെ മകളെ രക്ഷിക്കാൻ നോക്കി. ബേട്ടി ബച്ചാവോ പദ്ധതി പക്ഷേ ഫലവത്തായില്ല. ആരോടാണ് നിങ്ങൾ കളിക്കുന്നത്? ഈ നാട്ടിലെ നിയമവ്യവസ്ഥയോടോ? ആ 25 പേര് ഇനി കയറി ഇറങ്ങി നടക്കും. ഒരുപക്ഷെ വീണ വിജയൻ കേസിൽ നിന്നും പുറത്തു വന്നാൽ പോലും ഇവരൊന്നും വരാൻ പോകുന്നില്ല. വളരെ പച്ചയ്ക്ക് ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ആൾക്കാർ, അത് ഞങ്ങളുടെ ആൾക്കാരൊന്നും ആയിരിക്കില്ല, ഇനി ആണെങ്കിൽ തന്നെ ഞങ്ങൾ അവർക്ക് വേണ്ടി നിയമപരമായിട്ട് ഒന്നും ചെയ്യില്ല, അവരനുഭവിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റുകാരെ, അന്തങ്ങളെ, ഇനിയും വീണ വിജയന് സമൻസ് അയച്ചതിന്റെ പേരിൽ നിങ്ങൾ പോകുന്നില്ലേ സമരം ചെയ്യാൻ? പോകുന്നില്ലേ? EDയുടെ വണ്ടി തല്ലിപ്പൊട്ടിക്കാനും ഡ്രൈവറുടെ കണ്ണു കുത്തി പൊട്ടിക്കാനും പോകുന്നില്ലേ? എന്താണ് ഇപ്പൊ ആർക്കും ഒന്നും പറയാനില്ല? അയ്യോ, പറയാനുണ്ട്, തീർച്ചയായിട്ടും പറയാനുണ്ട്. ശൈലജ ടീച്ചർ പറയുന്നത് കേട്ടോ. വരട്ടെ, അത് അവര് അതിന്റെ രേഖകളെല്ലാം ഹാജരാക്കും. അപ്പോ ഈ കാര്യമില്ലാത്ത കാര്യമാണെന്ന് കാണുമ്പോ അങ്ങനെ അന്വേഷിച്ചത് തെറ്റായി പോയെന്ന് പറയണം. പ്രതിപക്ഷ നേതാവിന് സമൻസ് കൊടുക്കുന്നതും മകൾക്ക് സമൻസ് കൊടുക്കുന്നതും രണ്ടായി തന്നെ കാണേണ്ടതില്ലേ സത്യത്തിൽ? തീർച്ചയായിട്ടും അത് മകള് ഒരു കമ്പനി ഉണ്ടാക്കി, ആ കമ്പനി മറ്റു കമ്പനികളുമായിട്ട് ചില കരാറിൽ ഏർപ്പെട്ടു. അതിനാണല്ലോ ഈ കമ്പനികൾ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മുടെ ചെറുപ്പക്കാരൻ ജീവിക്കാൻ കുറെ മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ മകളുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമാണ്. അവരതിന് മറുപടി പറയും. അത് അവർ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ക്ലിയർ ആക്കും. അത് പ്രതിപക്ഷ നേതാവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തേണ്ട കാര്യം ആ കേസിലില്ലല്ലോ. കണ്ടോ, അവര് പറയുന്നത് ഏതോ പാവപ്പെട്ട പിള്ളേരൊക്കെ ഇങ്ങനെ തുടങ്ങാറുണ്ട്. നാട്ടിലുള്ള എല്ലാ പാവപ്പെട്ട പിള്ളേരെയും പോലെ ആണല്ലോ വീണ വിജയൻ, അല്ലെ? ബിസിനസ് തുടങ്ങാൻ വേണ്ടി എന്തും ചെയ്യാമോ? ഈ പറയുന്ന അനധികൃതമായിട്ട് ഈ കമ്പനികളിൽ നിന്നെല്ലാം എന്റെ അച്ഛൻ മുഖ്യമന്ത്രിയാണ് എന്നും പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മൗന അനുവാദത്തോടു കൂടി ഇങ്ങനെ പൈസ വാങ്ങാമോ? ഇപ്പോഴും ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടല്ലോ. ആ തൊലിക്കട്ടിക്ക് തരണം ആക്ച്വലി കയ്യടി. അത് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇപ്പോഴും പറയുന്നത് വീണ നേരിട്ടോളും. അതെ, വീണ നേരിടണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. പിണറായി വിജയൻ അല്ല ടാർഗറ്റ് എന്ന് അന്നും പറഞ്ഞതാണ്. ചിലപ്പോ പിണറായി വിജയനിലേക്ക് എത്തിയിരിക്കും. അദ്ദേഹത്തിന് ഇതിൽ എത്രത്തോളം റോൾ ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം. PV ആണല്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നും ഇല്ല എന്നൊക്കെയാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. അത് നിങ്ങൾക്ക് അന്തങ്ങൾക്ക്, നാട്ടുകാർക്ക് അങ്ങനെയല്ല. PV ആണല്ല എന്ന് അങ്ങനെയല്ല പറയേണ്ടത്. അത് അന്വേഷണത്തിൽ തെളിയണം. പിണറായി വിജയൻ അല്ല PV എന്ന്. PV എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ എന്ന എക്സ്പാൻഷൻ അടക്കം ആ ഡയറിയിൽ CMRLന്റെ ഉദ്യോഗസ്ഥർ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടും പറയുന്നു PV ഞാനല്ല. അവസാനം PV അൻവറാണെന്നും മറ്റവരാണെന്നും മറിച്ചവരാണെന്നും ഒക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ അന്തങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായി. ഇനി എന്താണ് നിങ്ങൾ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞേ. അയ്യോ, ഒരമ്മച്ചി അന്ന് പറയുവാണ് VD സതീശൻ പ്രതിപക്ഷത്തിരുന്നപ്പം പിണറായി വിജയൻ ഒന്നും ഇങ്ങനെ ചെയ്തില്ല, VD സതീശന്റെ മകൾക്ക് ഇതല്ല പണി. നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ കൊടി വിളിക്കുന്നത്? പിണറായി വിജയന് കീ വിളിക്കുന്നത്? അല്ല, ഇനി എന്താ പറയാനുള്ളൂ എന്ന് പറഞ്ഞേ. എനിക്കത് കേൾക്കാനുള്ള കൗതുകം കൊണ്ടാ. ഇനി സമൻസ് വന്നു, ഇനി അന്വേഷണം ഉണ്ടാവും, ചിലപ്പോൾ അറസ്റ്റ് ഉണ്ടാവും. അപ്പൊ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞേ. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.